നമ്മുടെ 10 മണിച്ചെടിയിലെ പൂ കണ്ടോ? അതിൻ്റെ കൂടെ ഒരു അപ്പൂപ്പന്താടി വന്നിരിക്കുന്നത് കണ്ടോ? വൈകുന്നേരം ആകുമ്പോൾ എന്ന് ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഓർക്കേ, അന്നേരത്തേക്കുണ്ടല്ലോ ആ പൂവെല്ലാം അങ്ങ് വാടി നിൽക്കും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ 10 മണിച്ചെടിയുടെ പൂവൊക്കെ ഉണ്ടായത് നല്ല അടിപൊളിയായി, നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ കുറേ കൂടെ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വേണമെന്നൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ, മൊത്തം പോയി. ഞാൻ നേരത്തെ എനിക്ക് ഈ ടയർ ഇങ്ങനെ വെട്ടി നമ്മൾ എടുക്കുമല്ലോ, ഈ ചെടിച്ചട്ടി പോലെ ഉണ്ടാക്കുമല്ലോ ടയർ. ഇവിടുത്തെ കാറിൻ്റെ ആണെന്ന് തോന്നുന്നു. ടയർ കൊടുത്ത് ചേട്ടൻ എനിക്ക് അങ്ങനെ വെട്ടിക്കൊണ്ട് തന്നിച്ച് പറഞ്ഞിട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് എത്രയാണ് 150 രൂപ എങ്ങോട്ടായിരുന്നു അത് ചെയ്തു തരുന്നതിന്. അപ്പം അങ്ങനെ അത് കൊണ്ടുവന്നു വെച്ചു. ഞാൻ നിറച്ചും 10 മണിച്ചെടിയുടെ പല സൈസ് അതിനകത്ത് ഇട്ടിട്ട് ഒത്തിരി. എനിക്ക് ഇവിടെ എൻ്റെ ഒരു ദീപാച്ചിയുടെ കൂട്ടുകാരി ഉണ്ട്, അർച്ചനയെന്ന് പറഞ്ഞ്. അവളുടെ അടുത്തു നിന്ന് കുറേ അവർ വിലയ്ക്ക് മേടിച്ചാണ്. അതിൽ നിന്നിട്ട് എനിക്ക് അവൾ കുറേ തന്നു കേട്ടോ. തന്ന് അതിൻ്റെ തൈകളെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ലപോലെ പൂത്ത് നിൽക്കുകയായിരുന്നു. ഈ എല്ലാ പൂക്കളും കൂടെ നിൽക്കുന്നതാണ് നല്ല രസമായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്തെന്നറിയാം, അതുകൊണ്ട് നമ്മുടെ മതിലിലോട്ട് വെച്ചു. അന്ന് നമുക്കിവിടെ ജൂലിയും മണിയൊക്കെ ഉള്ള സമയമാണ്, ഡോഗ്സൊക്കെ ഉള്ള സമയത്താണ്. അപ്പം അതിങ്ങനെ വെച്ച് അതിനകത്ത് നിറച്ചും പൂക്കളൊക്കെ ആയി. അപ്പം നമ്മുടെ ഇതിൽ ഒരാൾ എന്നും പോവായിരുന്നു. പുള്ളി അത് പ്രത്യേകം ആണാട്ടോ, പെണ്ണൊന്നുമല്ല, പ്രത്യേകം നോക്കി വെച്ച് എന്നാണെന്നറിയാം. ഒരു ദിവസം രാത്രിയിൽ പുള്ളി അത് മൊത്തം ഈ ചൂട് ചേർത്ത് പിച്ചി ഒടിച്ചുകൊണ്ട് പോയി. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഏത് ചെടി നിന്നാലുണ്ടല്ലോ അതിൻ്റെ ഒറ്റ കമ്പേ ഉള്ളതിലും അവർ ചോദിച്ചാൽ ഞാൻ പറയും അതിൻ്റെ അടുത്തൊരു കമ്പ് കൂടെ വന്നിച്ച് നിങ്ങൾക്ക് അവർ ചോദിക്കാൻ തന്നെ അവർക്ക് കൊടുത്തിരിക്കും. ആര് ചോദിച്ചാലും കൊടുക്കാത്തൊരു വ്യക്തിയല്ല. ഒരു പച്ചക്കറി ആണെങ്കിലും ഒരു ചെടിയാണെങ്കിലും എന്നതാണെങ്കിലും എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ ആ ചെടിയുടെ അത് കണ്ടപ്പോഴത്തേക്ക് പിറ്റേ ദിവസം രാവിലെയും വെള്ളം ഒഴിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒറ്റ തൈയില്ല, ചൂട് ചേർത്ത് അതോടുകൂടി ആ ചെടിച്ചട്ടിക്കകത്ത് മുഴുവൻ ചെടിയും പോയി. അത് കിളുക്കാതെ ഒരുമാതിരി മുരടിച്ചതായിട്ട് പോയി, പന്നലായി പോയി. പിന്നെ പിന്നെ ടയർ അവിടെ നിന്ന് എടുത്ത് അതിനകത്താണ് ഇപ്പം പുതിനയെല്ലാം നട്ടു വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ 10 മണിച്ചെടിയോടുള്ള ഒരു ആഗ്രഹം അങ്ങ് മനസ്സിൽ നിന്ന് അങ്ങ് പോയി കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി, എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ, പിന്നെ അതിനെപ്പറ്റി ഞാൻ ആഗ്രഹിക്കാറില്ല, അതങ്ങ് ഉപേക്ഷിച്ചേക്കും. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ അച്ഛൻ്റെ കണ്ണൻ്റെ നിർബന്ധത്തിനാണ് ചേട്ടൻ പറഞ്ഞ ഒരു 10 മണിച്ചെടി നട് എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നട്ടേക്കുന്നത്. അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെടിയായിരുന്നു കേട്ടോ. അത് എനിക്കൊന്ന് ഇവിടെ നിന്നെല്ലാം എടുത്ത് കളഞ്ഞ് പറമ്പിലൊക്കെ കിടന്ന ഒരു തൈ കിട്ടിയതാണ്. ആ തൈയാണ് എടുത്ത് ഞാൻ അത്രയും ഇതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് ഒടിച്ചൊടിച്ച് വെച്ചത്. അത് പക്ഷേ ഇഷ്ടം പോലെ ആയി. ഇനി എവിടെ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നടണമെന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിന്ന് വീഡിയോയിലേക്ക് ഇടാം. അതുപോലെ ശിവാനി, എനിക്ക് അന്നേരം ഒരു വിഷമം തോന്നിയതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ശിവാനി ഒന്നും ഞാൻ അങ്ങനെ മനസ്സിൽ കുറേ ആൾക്കാരെ ഞാൻ ഇങ്ങനെ കുടിയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഗീത ചേച്ചി, ജയ ചേച്ചി, അജിത ചേച്ചി, ജോമ, പിന്നെ നമ്മുടെ സുപ്രിയ, പിന്നെ നമ്മുടെ ഹരിത ഗാർഡൻ, പിന്നെ നമ്മുടെ കുട്ടനാട് വ്ലോഗിനകത്ത് പുള്ളിക്കാരി, അതിൻ്റെ പേര് പറഞ്ഞത് ലീനയെന്നോ ഷീലയെന്നോ അങ്ങനെയാണ് ഒരു പേര്, ബീനയെന്നോ അങ്ങനെയാണ് അതിൻ്റെ പേര്. അത് അങ്ങനെ. പിന്നെ ആരായിരുന്നു, പിന്നെയുണ്ട് കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സുകുടുംബം, പുള്ളിക്കാരിയോട് ചോദിച്ചായിരുന്നു എൻ്റെ മുഖം മനസ്സിൽ വരാറുണ്ടോ എന്ന്. നിങ്ങളുടെയൊക്കെ മുഖം മനസ്സിൽ വരാറുണ്ട്, പക്ഷെ അതിനകത്ത് എമ്പളം ഉണ്ടല്ലോ, അതാണ് മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആ ഒരു പ്രൊഫൈൽ ഇടുമല്ലോ, അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ പേര് നമ്മുടെ മനസ്സിൽ വന്നിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കത്തെ അമ്മ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. അമ്മയുടെ വീഡിയോസ് പോലും ഞാൻ ചിലപ്പോഴൊക്കെ കാണത്തുള്ളൂ കേട്ടോ. എന്നാൽ പോലും ഞാൻ അങ്ങോട്ട് ചെന്നോ ഇല്ലയോ എന്നൊന്നുമല്ല അമ്മ നോക്കുന്നത്, എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ബീന, വിജി, രഞ്ജിനി, ഇവരുടെ ഒന്നും മുഖം നമുക്കില്ലല്ലോ, ആ ഒരു എമ്പളം ഉണ്ടല്ലോ. രഞ്ജിനി എന്നുള്ളതിൻ്റെ ആറ്, വിജി എന്നുള്ളതിൻ്റെ ബി, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലങ്ങ് വരുന്നത്. ആ പേരിൻ്റെ അതെല്ലാം നമ്മുടെ മനസ്സിൽ അന്നേരം വരും. പിന്നെ നമ്മുടെ ബീന മനോജിനെയൊക്കെ ഇപ്പോൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായിരുന്നു കേട്ടോ. ദേവൂട്ടിയുടെ ഒരു വിവരവും ഇല്ല, ഇവിടെ ഒന്നും എന്നൊന്നും ഒന്നും അറിയുന്നില്ല കേട്ടോ. സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ എന്താ ചെറിയ, ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ നാളെ ആണ് ഇടുന്നത്. അതുകൊണ്ടുണ്ടല്ലോ ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ചോദിക്കും, ഞാൻ വിജി ഇതുപോലെ കാണാതെ അമ്മ ചോദിക്കുമ്പോഴത്തേക്ക് വിജി അന്നത്തെ വീഡിയോയിൽ കമൻറ്റ് വരും. അപ്പോൾ പിറ്റേ ദിവസം വീഡിയോയിലായിരിക്കും ഞാൻ പിന്നെ ഇത് പറയുന്നത്, വിജയെ കാണാനില്ലെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഗീത ചേച്ചിയൊക്കെ ആണെങ്കിൽ മനസ്സിൽ കയറി തറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഗീത ചേച്ചിയൊക്കെ. കാര്യം ആദ്യം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിട്ടോ ഗീത ചേച്ചി. അതുകൊണ്ട് ഭയങ്കര. അതുപോലെ ശിവാനി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം എൻ്റെ വീഡിയോസിനെല്ലാം നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായം അതെല്ലാം പറയുന്നത്. പക്ഷെ എനിക്ക് എന്തോ പെട്ടെന്ന് ഫീലായിപ്പോയിട്ട് അതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ ഒരു കുടുംബം പോലെയല്ലേ, അതുകൊണ്ട് അതൊക്കെ വിട്ടു സാരമില്ല. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഇന്നലത്തെ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ഹാപ്പിയായി. അപ്പം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും എനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട്, ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ട് ക്ഷമിക്കണേ. പിന്നെ നമ്മുടെ ആരായിരുന്നു, ലിജോ ചോദിച്ചായിരുന്നു ചേച്ചിയുടെ വീട് എവിടെയാന്നേ. ലിജോ ഗേളാണോ അതോ ബോയ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ലിജോ എന്നാണ്, എനിക്ക് പെണ്ണുങ്ങൾക്ക് പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ പേര് ലിജോ എന്നാണ്.
പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവിടെ പേര് ലിജോ എന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പേരുള്ളതുകൊണ്ട് നമുക്ക് ആരൊന്നും മനസ്സിലാകത്തില്ല. എന്നാണേലും എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബറാണ്, എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലിജോ. അപ്പോൾ ലിജോ ആയിട്ട് ചോദിച്ചായിരുന്നു ചേച്ചിയുടെ വീട് എവിടെയാണ്. എൻ്റെ ശരിക്കുള്ള വീട് റാന്നിയാണ് കേട്ടോ, പത്തനംതിട്ട റാന്നിയാണ് വീട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. പിന്നെ എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ തൊടുപുഴയാണ്. പിന്നെ തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുകയും വളരുകയും ഒക്കെ ചെയ്തത് മുണ്ടക്കയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് കൂടുതലും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ കൂടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നാടിനോടാണ് കൂടുതൽ ഇഷ്ടവും കൂടുതൽ താല്പര്യവും ഒക്കെ. അവിടോട്ട് പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്ഥലങ്ങളൊക്കെ. പിന്നെ ആരോ എന്നോട് വേറെ എന്നോട് കൂടെ ചോദിച്ചായിരുന്നു കേട്ടോ. ഞാനത് വിജി പറഞ്ഞായിരുന്നു വിജിക്കും വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ കാലുവേദന മാറുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ കൈവേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. വെയിറ്റ് കുറയുന്നതനുസരിച്ച് കാലിന് കൂടെ ഇനിയൊന്ന് ചില വേദന കുറവുണ്ട്. റെസ്റ്റ് എടുക്കാമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ എന്നതാ ജോലി, അതിനൊരു റെസ്റ്റ് ഇല്ല. ഇന്നലെ മേമേനെ വിളിച്ചപ്പോഴും വഴക്ക് പറഞ്ഞു, ഇനി നീ ഒന്ന് റെസ്റ്റ് എടുക്കുക, അപ്പോൾ നിന്റെ കാലുവേദന മാറുമെന്നും പറഞ്ഞു. അത് മേമ പറഞ്ഞ സത്യമാണ്. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാമെങ്കിൽ എൻ്റെ കാലുവേദന നല്ലപോലെ മാറുമെന്ന് എനിക്കറിയാം. പക്ഷേ ഉണ്ടല്ലോ, എനിക്കറിയാൻ പറ്റും നീ ഇച്ചിരി നേരം ഇരുന്നേച്ച് ഇങ്ങോട്ടൊന്ന് നോക്കുമ്പോഴല്ലോ, നോക്കുന്നതല്ല എനിക്ക് ജോലിയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്തങ്ങ് നടക്കും. പിന്നെ വീഡിയോ എടുക്കാത്ത ജോലികളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ചെയ്തങ്ങ് പോകുമ്പോഴത്തേക്ക് സമയമില്ല, വേദനയുണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒറ്റൊരു കാര്യം കൂടെ പഠിക്കാം. നമ്മുടെ ചീമപ്പിളവിലെ കഴിഞ്ഞ ദിവസം പറയുന്ന ഉണ്ടച്ചക്കയായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അതാണ് ശരിക്കും ചീമച്ചക്കയായിട്ട് ഉണ്ടാകുന്നത്, മറ്റേത് അതിൻ്റെ തിരി വന്നത് ചേച്ചിയോട് ആദ്യമേ പറഞ്ഞു, ചിലപ്പോൾ അത് പൊഴിഞ്ഞു പോകുമെന്ന് പറയുന്നത്. ശരിയാട്ടോ, അതെല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ഇങ്ങനെ ഉണ്ടച്ചക്കയായിട്ട് നല്ല തണ്ടി നല്ല വണ്ണമായിട്ടുള്ള സൈസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. ഇപ്പം അതിന് ആണും പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞത്. നീളത്തിലുള്ള തിരിയിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന എല്ലാ ആണാണ്, പെണ്ണായിട്ടുള്ളതാണ് മറ്റേ ശരിക്കും ഒറിജിനൽ ചീമച്ചക്കയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കാണാം. അപ്പം ഞാൻ ഇന്നലെ ഇട്ട ടിപ്സ് എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ അടിപൊളി ടിപ്സാണ് കേട്ടോ. അത് ആ ഫ്രിഡ്ജിൻ്റെത് എനിക്ക് ഭയങ്കര, പിന്നെ ഈ മുട്ടത്തോടിൻ്റെ ഒരുപാടൊക്കെ എനിക്ക് അറിയാൻ തോന്നുന്നു. പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഞാനിത് ആദ്യമായിട്ട് കാണണം. ഞാൻ ഇതിനുമ്പോൾ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ ചീമപ്പുള്ളിയുടെ കാര്യം പറഞ്ഞവരായിപ്പോയായിരുന്നു. പക്ഷേ ഇത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ, ഒത്തിരി എടുത്ത് നമ്മൾ വെറുതെ കളയണ്ട. അതുകൊണ്ട് ആ മേളത്തെ ഡോർ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റൂ. ഇന്ന് ബാക്കി കൂടെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വിശേഷങ്ങളല്ല ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെക്കാണ്ടേ ഇന്ന് മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസം ഈ മാങ്ങ ഫ്രിഡ്ജിലിരുന്ന് ഇങ്ങനെ ഉണങ്ങി ഇനിയിപ്പം പോവും. പകുതി മാങ്ങ എടുത്താണ്, പകുതിയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മാങ്ങ ചമ്മന്തി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള മാങ്ങ എല്ലാം അരിഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞെടുത്തു കേട്ടോ. അതിനെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. മാങ്ങ വേണോടാ കണ്ണ എടാ, അയ്യോ അത് മൊത്തം കൊണ്ടുപോയില്ല. പിന്നെ ഉച്ചക്കത്തേക്ക് ഉരുളൻകിഴങ്ങ് മെഴുക്കോട്ട് വെക്കാനായിട്ട് ഇന്നലെ അജിത ചേച്ചിയുടെ ഹസ്ബൻഡ് പാട്ട് പാടിയായിരുന്നു കേട്ടോ, രവിചേട്ടനെ. ഇന്നലെ ദുഃഖള്ളി അല്ലായിരുന്നോ? ഇത് ഇന്നിപ്പോൾ എന്താ വരുന്നത്? ഇത് ഈസ്റ്ററിനെ വരത്തുള്ളൂ കേട്ടോ ഈ വീഡിയോ. ഇത് ഈസ്റ്ററിനാണോ അതോ ഇനി തിങ്കളാഴ്ചയാണോ എന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് പറയാം കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ അന്ന് ഇടാൻ പറ്റുവാണെങ്കിൽ അന്ന് ഇടും, ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ തലേദിവസമാണ് എഡിറ്റ് ചെയ്തെല്ലാം ഇടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ജയച്ചേട്ടൻ പാടിയ പാട്ട് മറ്റേതായിരുന്നു, വാതിൽ തുറക്കൂ നീ കാലമേ. നല്ലൊരു പാട്ടാട്ടോ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹ സ്വരൂപനേ. ടീച്ചർ നോക്കിയൊക്കെ ആയിരുന്നു പാടിയത്, എനിക്ക് നോക്കി പാടാനായിട്ട് എങ്ങും. ഉച്ചക്കത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കുവാണ്. ഉച്ചയ്ക്ക് ഞാനും പിള്ളേരും തന്നെയുള്ളൂ, അതുകൊണ്ട് പിന്നെ വലിയ കറിയൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം മെഴുക്ക് വരട്ടി ഉപ്പും ഉരുളക്കിഴങ്ങും കൂടെ ആയിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇച്ചിരി ഒന്ന് പാടിയതിന് ശേഷമേ ഇതിനകത്ത് സവോള ചേർക്കത്തുള്ളേ. പിന്നെ നമ്മുടെ മാങ്ങാച്ചമ്മന്തി അരച്ചു. നമ്മുടെ നിൽക്കുന്ന ഉണ്ടമുളകില്ലേ, ആ ഉണ്ടമുളകും കൊണ്ട് അരച്ചിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി ഇല്ല, മുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു ശകലം വാടിയിട്ടത് കയറിയൊക്കെയാണ് സവോളയും കൂടെ ചേർത്ത്.
നമ്മുടെ ഉരുളൻകിഴങ്ങ് എല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. ഇനി ചമ്മന്തി അരച്ച് ഇനി ചോറിനാന്നേരം ആകുമ്പോഴത്തേക്ക് മീനും കൂടെ വറുക്കത്തേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ കേട്ടോ. ഈ മെഴുക്കുവരട്ടി കൂട്ടി ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണ്. ഇതും ചമ്മന്തിയും കൂടെ അടിപൊളി രുചിയാണ്. ഇനി ഞങ്ങൾ കഴിക്കാൻ തരാകുമ്പോഴത്തേക്ക് മീനുമൊക്കെ വറുത്ത് ചോറൊക്കെ വേണം. ഇനി വേറെ കുറേ ജോലിയൊക്കെ കിടക്കണം, അതെല്ലാം ഒന്ന് ചെയ്ത് ഒതുക്കിയിട്ട് വേണം അടുത്ത വീഡിയോയിലേക്ക് വരാനായിട്ട്. വെളുത്തുള്ളി ഇങ്ങനെ വെയിലത്ത് വെച്ചാണ്ടല്ലോ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് തൊലി പൊളിച്ചെടുക്കാൻ എളുപ്പമാണെന്നുള്ളത്. അപ്പം ഞാൻ വെളുത്തുള്ളിയൊക്കെ നമ്മളൊന്ന് പൊളിച്ച് ഒരു ചെറിയ ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ അത് അതുപോലെ ഇരുന്നോളും. കഴുകി നനവോടുകൂടി എടുത്ത് വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അതിന് കിളിർപ്പ് വരും. അതുകൊണ്ടാണ് കഴുകാതെ തന്നെ നമ്മൾ പൊളിച്ച് വെച്ച് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള സാധനം വെളുത്തുള്ളി, ചുമന്നുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ പൊളിച്ച് വെക്കുവേ. അപ്പോൾ കുഞ്ഞ് വെളുത്തുള്ളി വരെ ആ കൂടെ ഞാനങ്ങ് പൊളിച്ച് വെക്കും. നമ്മൾ ധൃതി വെച്ച് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വെളുത്തുള്ളിയോ ചുമന്നുള്ളി എടുക്കാൻ വന്നാൽ അതിൽ വലിയ ഉള്ളി മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, ബാക്കി ഈ പൊടി കുഞ്ഞുള്ളി അവിടെ മാറ്റിയിട്ടേക്ക്. അത് ചിലർ കളയും, പക്ഷേ ഞാൻ കളയത്തില്ല കേട്ടോ. ഞാനത് മാറ്റി വെച്ചാലും ഏറ്റവും അവസാനം അതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ പൊളിച്ചൊരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കും. കാര്യം അന്നേരം പെട്ടെന്നൊന്ന് കടുക് വറക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തിന് കൂടുതൽ നരയ്ക്കാനോ ഒക്കെ നമുക്കതിൽ ആ ഉള്ളി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണെന്നെങ്കിൽ പറഞ്ഞാലും വെയിലായിട്ടില്ല, ഇങ്ങോട്ട് അടുക്കളയുടെ അങ്ങോട്ട് ഇച്ചിരി കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിലാകത്തുള്ളൂ. അപ്പോൾ അവിടെ നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ വെളുത്തുള്ളി എല്ലാം ഒന്ന് പൊളിച്ചൊക്കെ എടുക്കുവാണ്. അടുപ്പിൽ തീ എത്തിച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര പുകയാണ്, കണ്ണെല്ലാം അങ്ങ് നീറുന്നു. മുടിയെല്ലാം വാരി കെട്ടി കേട്ടോ. എല്ലാവരും പറഞ്ഞു മുടി അല്ലാതിരുന്നാലും നല്ലതൊക്കെ, ചൂടെടുത്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങ് ഭ്രാന്തി കയറുന്നേ. അപ്പോൾ പിന്നെ മൊത്തം വലിച്ച് വാരി കെട്ടി വെക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ മുടിയെല്ലാം വാരിക്കട്ടെ, ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റും. നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പം വേർക്കാനും കൂടി തുടങ്ങുമ്പോഴത്തേക്ക് കണ്ടാൽ മുടിയൊക്കെ ഇങ്ങനെ മേത്ത് മുടി കിടക്കാൻ ഭയങ്കര അസ്വസ്ഥത പോലെ തോന്നും. അതുകൊണ്ട് മുടിയെല്ലാം കെട്ടി വെച്ചു. അപ്പം ഞാൻ ഇനി തുണി തേക്കാൻ പോവുകയാണേ. തുണി തേക്കാനായിട്ട് എല്ലാം ചേട്ടൻ്റെ കുറേ ഷർട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളെ കൊണ്ട് ഇന്ന് ഈ കറണ്ടിൻ്റെ തേപ്പൊട്ടിലിട്ടാണ് ഈ തേക്കുന്നത്. അപ്പോൾ കറണ്ട് ബില്ല് നല്ല പോലെ ആകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കാമെങ്കിൽ അത്ര നമ്മുടെ വീട്ടിലെ കെട്ടിയവന്മാർക്കൊരു ഉപകാരമാകത്തില്ലേ. ഞാൻ നേരത്തെ മുണ്ടൊക്കെയാണ് ഇത് തേച്ചോണ്ടിരുന്നത്. ഇപ്പം മുണ്ടൊക്കെ കടയിൽ കൊടുത്താണ് തേപ്പിക്കുന്നത്. ഇവിടെ തേക്കാണ്ട് ഒത്തിരി നീന്ന് തേക്കാണ്ട് പറ്റുന്നുണ്ട്. പിന്നെ ഷർട്ടൊക്കെ ഞാൻ ഒരുപാട് വശം മുക്കി ഇതൊക്കെ കടയിൽ കൊടുത്ത് തേക്കും, ബാക്കിയൊക്കെ ഇവിടെ തന്നെ. ഇപ്പോൾ ഷർട്ട് മുഴുവൻ എടുത്തിട്ടേക്കുന്നതേ ഉള്ളൂ, ഇനിയെല്ലാം തേക്കേണ്ട. അപ്പം ഞാൻ എന്നാ കൊണ്ടാണ് തേക്കുന്നതെന്നുള്ളത് ഇപ്പം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ചിരട്ട തേപ്പൊട്ടിക്കാണ് തേക്കുന്നത്. കറണ്ട് തേപ്പൊട്ടി തേച്ചാൽ നമുക്ക് മുതലാകത്തില്ല. ചിരട്ടൊക്കെ നല്ലപോലെ കത്തി കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 2 ചിരട്ട ഞാൻ അതിനകത്ത് ഇട്ടുള്ളൂ. 2 കൂടുതൽ ചിരട്ട ഇടും. ഇപ്പം ഞാൻ ആദ്യം വലിയ കട്ടിയില്ലാത്ത തുണിയൊക്കെ തേക്കുന്നത്. കുറച്ച് ചിരട്ടയിട്ട് എടുക്കാമെന്ന് വെച്ച്. അടുപ്പിൽ വലിയ വിറകൊന്നും വെച്ചിട്ടിട്ട് തൊണ്ടുണ്ട് അതിനകത്ത് നല്ലപോലെ. അപ്പോൾ തൊണ്ടിട്ടാണ് കത്തിക്കുന്നത്. അപ്പം ഞാൻ ഇനി അപ്പുറത്ത് പോയി തുണിയെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇത്രയും ഷർട്ടും തേക്കാനുള്ളതാണ്. തേക്കാൻ പറ്റുന്ന അത്രയും ഞാൻ തേക്കും, ബാക്കി പിന്നെ എപ്പോഴേലും. ഇപ്പോൾ തേക്കാൻ പറ്റുന്ന അത്രയും തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഉള്ളതങ്ങ് തേച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇപ്പോൾ ഒത്തിരിയും ദിവസമായിട്ട് തുണിയൊക്കെ ഒന്ന് തേച്ചിട്ട് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുണിയെല്ലാം തേച്ചെടുത്ത് വെക്കേ. എന്നാണെന്നറിയാമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ അന്നേരമാണ് കറണ്ടിൽ കുത്തി തേക്കുന്നത്. അന്നേരം നല്ലപോലെ കറണ്ട് ബില്ല് നമുക്ക് കൂടെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തുണിയൊക്കെ നമ്മളിങ്ങനെ കുറേയൊക്കെ തേച്ച് വെക്കാമെങ്കിൽ കറണ്ട് ബില്ലൊക്കെ ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ചിരട്ടത്തേപ്പൊട്ടിയല്ല തേക്കുന്നത്, കറണ്ട് തേപ്പൊട്ടിയും ഞാൻ അങ്ങനെ തേക്കാറേ ഇല്ല. ഇങ്ങനെ തുണി ഒന്നിച്ചങ്ങ് തേക്കുമ്പോൾ ചിരട്ടത്തേപ്പൊട്ടിയാണ് കൂടുതൽ എടുക്കുന്നത്. കാര്യം ഇത് ഞാൻ കുറേ കാലങ്ങളായിക്കൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു തേപ്പൊട്ടിയാണ്. കാര്യം അത്യാവശ്യം നമുക്ക് വരുമ്പോഴത്തേക്കൊന്ന് കറണ്ട് ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് തേച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഷർട്ട് തേക്കെന്ന് പറയുന്നത്. അപ്പോൾ അത് കാല് വയ്യാതിരുന്നുകൊണ്ട് ഇപ്പോൾ കുറേ നാളായിക്കൊണ്ട് ഇങ്ങനെ തുണിയൊക്കെ തേക്കാതെ എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അപ്പോൾ ഇന്നിപ്പോൾ എന്നോർത്ത് കുറച്ച് കടയിലെല്ലാം കൊടുത്തങ്ങ് തേച്ചൊക്കെ എടുത്തു. അപ്പോൾ ഓർത്ത് ബാക്കി എന്നാൽ പിന്നെ ഇനി വീട്ടിലങ്ങ് തേച്ചേക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ഇന്നാളൊരു ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടമ്മമാർക്ക് ഒരിക്കലും കുത്തിയിരിക്കാൻ സമയം കിട്ടുകയില്ല എന്നും പറഞ്ഞൊരു തമനയിലിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടത്. അന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നായിരുന്നു.
ഒത്തിരി. 2 പേരാണ് തന്നത്. ആ തന്നവർ ശരിക്കും അങ്ങ് കാര്യമായിട്ട് അങ്ങ് എഴുതി തന്നു കേട്ടോ, അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്. അപ്പോൾ അന്ന് എനിക്കത് കേട്ടപ്പോൾ അവർക്ക് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് രാവിലെ എണീറ്റാൽ നോക്കിയും കണ്ടും ജോലി ചെയ്താൽ പെട്ടെന്ന് ജോലി തീരും എന്ന് പറഞ്ഞു. ശരിയാണ്, നമ്മുടെ അടുക്കളപ്പണി തീരും. അടുക്കളയിലെ ജോലി നമ്മൾ രാവിലെ നമുക്ക് അതൊരു ഇന്നത് കറി വെക്കുന്നു, ചോറ് വെക്കുന്നു, അങ്ങനെ ഒരു കണക്കൂടിൽ നമ്മൾ പെട്ടെന്ന് പണി തീരും. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും നമുക്ക് പിന്നെയും കിടക്കുകയാണ്. അത് നമ്മൾ തുണി തേര്, മിറ്റം വൃത്തിയാക്കൽ, അതുപോലെ തന്നെ ചുക്കിലി തൂക്കൽ, അങ്ങനെ ഞാൻ പറയില്ല, നോക്കുന്ന എല്ലാം പണിയാണ് നമ്മൾ വീട്ടിൽ നോക്കിയും കണ്ടും ചെയ്യുന്നവർക്ക്. പിന്നെ ചുമ്മാ ഇരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ചുമ്മാ ഇരിക്കുകയും ചെയ്യാം. പക്ഷേങ്കിൽ എനിക്ക് നോക്കുന്ന എല്ലാം പണിയാട്ടോ. ഒന്നും അല്ലെങ്കിലും മുറ്റത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ പച്ചക്കറി നട്ടതിനകത്ത് കാട് കാണും, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് ചപ്പ് കിളുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്നേലൊക്കെ പണികൾ കാണും കേട്ടോ. പിന്നെ തീരെ വയ്യാതൊക്കെ വരുമ്പോഴാണ് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ജോലിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് തുണിയൊക്കെ തേച്ചൊക്കെ, ഇതൊക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു പരിധി വരെ നമ്മുടെ ഭർത്താക്കന്മാരുടെ കീശ പോകാതെയൊക്കെ ജോലികളൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങ് ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ പ്രയോജനപ്പെടും. കാര്യം എന്നാലും വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കേട്ടോ, ജോലിക്ക് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത്. ജോലിക്ക് പോകുന്നവരെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇതൊന്നും നടക്കുകയില്ല കേട്ടോ. കാര്യം അവർക്ക് ജോലി എത്തും, വീട്ടിലെ ജോലിയും പിന്നെ ഇങ്ങനെയുള്ള സൈഡിലുള്ള ചെറിയ ചെറിയ പരിപാടിയൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല. അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്, വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർ, എന്നെപ്പോലുള്ള വീട്ടമ്മമാരുടെ കാര്യമൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ ചേട്ടൻ്റെ തുണി കുറേ ഞാനിങ്ങനെ തേച്ച് എടുത്തുകൊണ്ടപ്പോഴത്തേക്ക് കണ്ണനെ അവിടെ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്, അമ്മ എൻ്റെയും കൂടെ ഒന്ന് തേച്ച് തരുമെന്ന്. ഇവിടെ കൂടുതലും തുണി തേക്കുന്നത് ഞാനായിട്ട്, ഇവരാരും അങ്ങനെ വലുതായിട്ട് തേക്കത്തില്ല. തുണി തേക്കാനുള്ളതെല്ലാം എൻ്റെ കൊണ്ട് തരത്തുള്ളൂ. അതെനിക്കൊന്ന് ആദ്യം മുതലേ ഞാനിതൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ എന്നെ തന്നെ, അതാ പറഞ്ഞു എല്ലാ പണിയും നമ്മൾ ഏറ്റെടുക്കാൻ നിന്നുണ്ടല്ലോ ഇവർ മൊത്തത്തിൽ നമ്മളെ അങ്ങ് തേച്ച് ഒട്ടിക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആകും. എല്ലാ പണിയും നമ്മുടെ തരും. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാനങ്ങ് ചെയ്യും. മറ്റൊരാളെ അത് ഇത് ചെയ്യുക, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കില്ല കേട്ടോ. എനിക്കറിയാൻ മേലെങ്കിൽ അത് ചെയ്ത് പഠിച്ച് ഞാൻ ചെയ്തു. എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ തുണിയൊന്നും തേക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സ് പോലും ഞാൻ തേക്കത്തില്ലായിരുന്നു, അതുപോലെ മടിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ചേട്ടൻ്റെ തുണിയൊക്കെ നമ്മൾ തേച്ച് കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തുണി തേച്ച് എല്ലാം വൃത്തിയാക്കി എടുക്കും. പിന്നെ എൻ്റെ ഇളയാങ്ങൾ അവൻ തുണി തേക്കുന്നതൊക്കെ കണ്ട്, ഷർട്ടാണെങ്കിലും മുണ്ടാണെങ്കിലും ഒക്കെ അവൻ തേക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കണ്ടൊരിതുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോഴും അത് നമുക്ക് പ്രയോജനപ്പെട്ട്. അപ്പോൾ ഞാൻ ഇത് പശ മുക്കിയ തുണിയൊക്കെയാണ്. പശ മുക്കിയ തുണിയിൽ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് വേണം നമ്മൾ തേക്കാനായിട്ട്. ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്തേച്ചാകുമ്പോഴത്തേക്കും നല്ലപോലെ നമുക്ക് തേച്ചാൽ നല്ല വടി പോലെ ഇരിക്കും. അപ്പം അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഒന്ന് തളിച്ച് എല്ലാം ഒന്ന് എടുത്താണ്. അപ്പോൾ അതൊന്ന് തേച്ച്, ഈ ഒരു ഷർട്ടേ ഉള്ളൂ കേട്ടോ പശ മുക്കിയത്. ബാക്കിയെല്ലാം പശ മുക്കാത്ത ഷർട്ടുകളാണ്. അപ്പോൾ ബാക്കിയെല്ലാം അല്ലാതെ അങ്ങ് തേച്ചാൽ മതി. പശ മുക്കിയത് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് ഒന്ന് വൃത്തിക്ക് തേച്ചൊക്കെ എടുത്തേക്കും. എന്നാലും ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ചെയ്ത്താന്നേ. അത് 2ഓ 3ഓ ഷർട്ടൊന്ന് തേച്ച് വെക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് നിന്നതാണ്. പക്ഷെ തേച്ചങ്ങ് കുറേ ഷർട്ടങ്ങ് തേച്ച്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പണി അങ്ങ് ഒതുങ്ങി. അല്ലെങ്കിൽ അതവിടെ കിടക്കും. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, തീർത്ത് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീരുവേ. ഇല്ലെങ്കിലുണ്ടല്ലോ അതവിടെ ഇട്ടാൽ പിന്നെ അത് നമുക്ക് ഉടനെ ഒന്നും ചെയ്ത് തീർക്കാനൊട്ട് പറ്റത്തുമില്ല. ഇനിയിപ്പോൾ കുറേശ്ശെ വീതം ഷർട്ട് ഇങ്ങനെ കഴുകുന്നതനുസരിച്ച് തേച്ച് വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ വേണ്ടി വീട്ടമ്മമാരെ കൊണ്ട് പറ്റുന്ന പണികൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ലുപ്തിക്കൽ പരിപാടിയൊക്കെയാണ് എൻ്റെ കയ്യിൽ. ഇങ്ങനെ കേട്ടോ, ഞാൻ ഭയങ്കര പിശുക്കിയ കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും പിശുക്കും. കാര്യം എനിക്ക് പൈസ പോകുന്ന ഭയങ്കര സങ്കടമുള്ളൊരു വ്യക്തിയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പൈസ പോകുന്നതിന് സങ്കടം വന്ന്, കെട്ടിയും കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പൈസ പോകുന്നതിന് സങ്കടം വരാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ തുണിയെല്ലാം തേച്ച് കഴിഞ്ഞു. ഷർട്ട് മുഴുവനൊന്നും തേച്ച് കഴിഞ്ഞില്ല കേട്ടോ, കുറേ തേച്ച്. 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം തേച്ച്. ഇത് മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്. പിന്നെ ബാക്കിയുള്ളത് പിന്നെ സമയം അനുസരിച്ച് തേക്കാൻ. കണ്ണൻ്റെയും കുറേ തേക്കാനുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഇനി ഒരു ദിവസം തേക്കാമെന്ന് വെച്ചാൽ ഒത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി ഇതെല്ലാം എടുത്ത് അലമാരിയിലോട്ട് അടുക്കി വെക്കട്ടെ. വൈകിട്ട് 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരത്തേക്ക് മഴയൊക്കെ തുറന്നു വെച്ച്, പിന്നെ ഇപ്പോൾ രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും മഴ തുടങ്ങി കേട്ടോ. ഇപ്പം നല്ല മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ.